Hi friends, welcome to Learnino. അപ്പോൾ മെഷർമെന്റ്സിലെ അടുത്ത സെറ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് കടക്കാം. Question number 1. Piezoelectric accelerometers. എന്താണ് ഈ പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഒരു വാക്കിനെ അറിയാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. പീസോ എന്ന് പറഞ്ഞാൽ പ്രഷർ, ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജുമായി ബന്ധപ്പെട്ടത്. ആക്സിലറോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ആക്സിലറേഷൻ. അത്രയും നമുക്ക് കാര്യം മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഷുഡ് നോട്ട് ബി യൂസ് ഫോർ ഹൈ ഫ്രീക്വൻസി അബോ 100 ഹെർട്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഷുഡ് ബി യൂസ് ഫോർ ലോ ഫ്രീക്വൻസിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഷുഡ് യൂസ് എ മോണിറ്ററിംഗ് സോഴ്സ് ഓഫ് ലോ ഇൻപുട്ട് ഇംപെഡൻസ്, ഹാവ് എ ലോ നാച്ചുറൽ ഫ്രീക്വൻസി. ഇതിലേതാ എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റേഴ്സിന്റെ എന്താണെന്നുള്ള ഒന്ന് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം. അതൊരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്സിലറേഷനെ ഒരു വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. എങ്ങനെയാണ്? ബൈ യൂസിങ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ സെൻസർ ആക്കി വെച്ചിട്ട് അതിന്റെ ഇൻപുട്ടിലോട്ട് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആക്സിലറേഷൻ വരുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് വോൾട്ടേജിലോട്ട് ആക്കുന്ന ഒരു മീറ്ററിനെയാണ് അല്ലെങ്കിൽ ഒരു സെൻസിങ് യൂണിറ്റിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് ആക്സിലറോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി വളരെ ലോ ആണ്. ഓക്കെ, ഈ ലോ നാച്ചുറൽ ഫ്രീക്വൻസി തന്നെയാണ് അതിന്റെ റെസനേറ്റിംഗ് ഫ്രീക്വൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ റെസനൻസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവ് മെഷർ ലോ ഫ്രീക്വൻസി വൈബ്രേഷനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. വി വിൽ ഗെറ്റ് എൻ എഫക്റ്റീവ് മെഷർ ഓഫ് ദി ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ. ഇങ്ങനെ ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അധികം ഡിസ്റ്റോർഷനോ ലോസോ ഒന്നും വരുന്നില്ല. ലോസും ഡിസ്റ്റോർഷനും ഇല്ലാതെ തന്നെ നമുക്ക് എഫക്റ്റീവ് മെഷർമെന്റ് ഓഫ് ദി ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ ചെയ്യാൻ പറ്റും. ഇന്ന് ഈ ഒരു ആക്സിലറോമീറ്ററിന് നമുക്ക് ഗ്രേറ്റർ ദാൻ 100 ഹെർട്സിനൊക്കെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെന്റ്സ് ഇൻഅക്യുറേറ്റ് ആയിട്ട് മാറും. കാരണം അവിടെയുള്ള ഫ്രീക്വൻസി റെസ്പോൺസ് വളരെ ലിമിറ്റഡ് ആണ്. So our measurement will become inaccurate due to the limited frequency response if we use this piezoelectric accelerometers for a frequency greater than 100 hertz അല്ലെങ്കിൽ for at high frequencies. Okay, so ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. should not be used for high frequency above 100 hertz, should be used for low frequencies. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. should be used for low frequencies ആണ്. Okay. Question number 2. The Wheatstone bridge method of resistance measurement is ideally suitable for the measurement of resistance value in the range of. അപ്പോൾ Wheatstone bridge method of resistance measurement ഏത് റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂവിനാണ് ഐഡിയലി സ്യൂട്ടബിൾ എന്നാണ്, ഐഡിയൽ ആയിട്ട് സ്യൂട്ടബിൾ എന്നാണ്. വേറെ റേഞ്ച് വാല്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ലോ റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, മീഡിയം റെസിസ്റ്റൻസ് ഉണ്ട്. അതിൽ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 1 ഓമിനാണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 1 to 100 കിലോ ഓം ആണെങ്കിൽ അത് മീഡിയം റെസിസ്റ്റൻസ്, ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം ആണെങ്കിൽ ഇറ്റ്സ് ഹൈ റെസിസ്റ്റൻസ്. ഇത് ബേസിക് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യം. അത് ഓർത്ത് വെക്കുക. ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് ലോ റെസിസ്റ്റൻസ്, ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഹൈ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണ് ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ഇപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ ഐഡിയലി അത് യൂസ് ചെയ്യുന്നത് മീഡിയം റെസിസ്റ്റൻസ് വാല്യൂസിനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഓപ്ഷൻ നോക്കൂ, 1 ohm to 100 ohm എന്നില്ല, 0.1 ohm to 100 ohm ആണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 3. The coils having self-inductance of 10 millihenry and 15 millihenry have an effective inductance of 40 millihenry. സീരീസ് എയ്ഡിങ് കണ്ടീഷനിലാണ് 40 millihenry effective inductance വരുന്നത്. അപ്പോൾ സീരീസ് ഒപ്പോസിംഗ് കേസിൽ അതിന്റെ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സീരീസ് എയ്ഡിങ് കണ്ടീഷനിലുള്ള എഫക്റ്റീവ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താ ഇക്വേഷൻ? L effective is equal to L1 plus L2 plus 2m. ഇവിടെ L1 നമുക്ക് തന്നിട്ടുണ്ട് 10 മില്ലി ഹെൻറി ആണ്. L2 ഈസ് ഈക്വൽ ടു 15 മില്ലി ഹെൻറി ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ L എഫക്റ്റീവ് 40 മില്ലി ഹെൻറി എന്ന് തന്നിട്ടുണ്ട്. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്ര വരിക? L1 plus L2 ഈസ് ഈക്വൽ ടു 25
മൈനസ് അല്ലെങ്കിൽ എം ഈസ് ഈക്വൽ ടു L effective is equal to 40 ആണ്. 40 minus L1 plus L2 is equal to 25. The whole divided by 2, which is equal to 15 by 2. Okay. നേരത്തെ സീരീസ് ഓപ്പോസിംഗ് കേസിൽ ഇതേ ഇക്വേഷനിൽ എന്താ ചേഞ്ച് വരുന്നത്? L effective എന്ന് പറയുന്നത് is equal to L1 plus L2 minus 2m ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ഈ L1ന്റെ വാല്യൂയും L2യുടെ വാല്യൂയും എമ്മിന്റെ വാല്യൂയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get L effective is equal to L1 plus L2 നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, which is equal to 25 ആണ്, minus 2m ആണ്, 2 into 15 by 2 ആണ്, which is equal to 15, which is equal to 10 millihenry. So our answer is option B, 10 millihenry. ഓക്കെ, അപ്പോൾ നമുക്ക് എ സി ബ്രിഡ്ജ് ആണ് നമ്മുടെ സോഴ്സ് എന്ന് പറയുന്ന ഒരു എ സി സോഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു എ സി ബ്രിഡ്ജ് അല്ലെങ്കിൽ ബാലൻസ് കണ്ടീഷന്റെ കേസിൽ ഇംപെഡൻസ് ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഇൻടു ഇംപെഡൻസ് ഓഫ് ദ ഫോർത്ത് ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു ഇംപെഡൻസ് ഓഫ് ദി സെക്കൻഡ് ബ്രാഞ്ച് ഇൻടു ഇംപെഡൻസ് ഓഫ് ദ തേർഡ് ബ്രാഞ്ച് അല്ലേ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ബ്രാഞ്ച് ഞാൻ ഈ RA, ദിസ് ഈസ് എ ബ്രാഞ്ച്, ഇത് സി ബ്രാഞ്ച് ആയിട്ട് എടുക്കാം, ദിസ് ഈസ് ഡി ആൻഡ് ദിസ് ഈസ് ബി ആയിട്ട് നമുക്ക് എടുക്കാം, ബി ബ്രാഞ്ച് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇംപെഡൻസ് ZA ഇൻറ്റു ZC ആണ്, ZA ഇൻറ്റു ZC, സോറി ZC എവിടെ എഴുതാം, ZA ഇൻറ്റു ZC ഈസ് ഈക്വൽ ടു ZB ഇൻറ്റു ZD ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇംപെഡൻസ് ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് എന്താ വരിക? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, നമുക്ക് RA മാത്രമേ ഉള്ളൂ. സോ RA ഇൻറ്റു ഇവിടെ RA ഇട്ടിട്ടുണ്ട്, RA ഇൻറ്റു ഇംപെഡൻസ് ഓഫ് ദി തേർഡ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ RC ആണ്. അതിനുശേഷം ഇവിടെ ഡി ബ്രാഞ്ചിന്റെ ഇംപെഡൻസ് എന്താ? റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്. അപ്പൊ R പ്ലസ് ജെ എക്സ് എൽ ആണ് അല്ലെ, ജെ ഒമേഗ എൽ ആണ്. അടുത്തത് ഇവിടെ കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും പാരലൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താ വരിക? RB ബൈ 1 പ്ലസ് ജെ ഒമേഗ CB ഇൻറ്റു RB ആണ്, ജെ ഒമേഗ CB ആണ്, ക്യാപിറ്റൽ CB ഇൻറ്റു RB ആണ് നമ്മുടെ ഇക്വേഷൻ. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? RB RD ഈസ് ഈക്വൽ ടു RA RC, നമ്മൾ ഓൾറെഡി എഴുതിയ ഫോമുലയാണ്. അതിൽ നിന്ന് നമുക്ക് RD കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് രണ്ട് ടേംസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാ? ഈ കോംപ്ലക്സ് ടേം ജെ വരുന്ന ടേമും ഇമാജിനറി ടേം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, ഇമാജിനറി അല്ലാത്ത ടേംസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് RB RD ഈസ് ഈക്വൽ ടു RA RC എന്ന് കിട്ടും. ഇമാജിനറി അല്ലാത്ത ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് RD കണ്ടുപിടിക്കാം. ഇന്ന് ഇമാജിനറി ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ CB ഇൻറ്റു, ഇത് C ക്യാപിറ്റൽ ആണ്, ഒമേഗ CB ഇൻറ്റു RB ഇൻറ്റു RA ഇൻറ്റു RC ഈസ് ഈക്വൽ ടു ഒമേഗ RB ഇൻറ്റു LD ആണ്. അപ്പൊ ആ ഇമാജിനറി ടേംസും റിയൽ ടേമും ഇമാജിനറി ടേമും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, ആൻഡ് ഫ്രം ദാറ്റ് we have the equation for the quality factor like Q is equal to എന്താ വരിക? Q is equal to XL by R ആയിട്ട് നമുക്ക് എഴുതാം. XL by R ആണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് വിചാരിക്കും. XL എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? which is equal to omega LD by RD ആണ് ക്വാളിറ്റി ഫാക്ടർ എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്ന പോലെ ക്വാളിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു XC by R ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒമേഗ ഇൻറ്റു CB ഇൻറ്റു RB എന്ന ക്വാളിറ്റി ഫാക്ടർ നമുക്ക് കിട്ടും. സോ ക്വസ്റ്റ്യൻ നമ്പർ 5. A Wheatstone bridge cannot be used for precision measurements because errors are introduced into on account of.
ഒരു പ്രിസിഷൻ മെഷർമെന്റിന് നമുക്ക് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ വി യൂസ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫോർ ദി മീഡിയം റെസിസ്റ്റൻസ് മെഷർമെന്റ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയ പോലെ 1 ഓമിനും 100 കിലോ ഓമിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ദ പ്രിസിഷൻ മെഷർമെന്റ് ഓഫ് ദി, കാരണം കുറച്ച് എറേഴ്സ് അതിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് എറേഴ്സ്? എവിടെയാണ് എറേഴ്സ് വരാൻ സാധ്യത? കോണ്ടാക്ട് റെസിസ്റ്റൻസിൽ എറേഴ്സ് വരുന്നുണ്ട്. തെർമോ ഇലക്ട്രിക് EMFs കാരണം എറേഴ്സ് വരുന്നുണ്ട്. ഈ കണക്ട് ചെയ്യുന്ന ലീഡ്സിൽ അല്ലെങ്കിൽ ആ കണക്റ്റിംഗ് ലീഡ്സിന്റെ റെസിസ്റ്റൻസ് കാരണം എറേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കോണ്ടാക്ട് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഓൾ ദി എറേഴ്സ് ആർ കൗണ്ടഡ്, A, B and C. സോ ആൻസർ ഈസ് ഓപ്ഷൻ D.